നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എണീച്ചിട്ടുണ്ടായിരുന്നത്. ഓവിമോൾക്ക് ഇന്ന് സ്കൂളിലും പോകണ്ട, ശനിയാഴ്ച ആയിരുന്നു. അപ്പൊ രാവിലെ തന്നെ എന്താണ് ചായന്റെ കടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു അമ്മ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു പത്തിരിപ്പൊടി ഉണ്ട്, ആ പത്തിരിപ്പൊടി കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കാന്ന് കേട്ടോ. ഞങ്ങളിവിടെ കുഞ്ഞുണ്ട എന്നാണേ പറയാ. ഈ പത്തിരിപ്പൊടിയിൽ ജീരകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ തന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊന്നും ചേർക്കണ്ട. തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. തേങ്ങ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ ഈ പത്തിരിപ്പൊടി കുഴക്കുന്ന സമയത്ത് അമ്മയുടെ പണ്ടത്തെ ലൈഫൊക്കെ പറയായിരുന്നു കേട്ടോ. അമ്മ ഇത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരു കേട്ടോ. അതാണ് ഭയങ്കര ടേസ്റ്റ് എന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. കുറെ നേരം ഞാൻ മൈക്കൊക്കെ പിടിച്ചിട്ട് അമ്മേന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നേ, പക്ഷെ ആ വോയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഈ വീഡിയോ മാത്രമേ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഓവിമോക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് നമ്മൾക്ക് വിയോം എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവന് ഞാൻ വേണമെന്നില്ല, അച്ഛന്റെ കൂടെ തന്നെ കുറെ നേരം നിൽക്കുവേ. അപ്പൊ മീനിന്റെ വരുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവൻ അച്ഛന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. അപ്പൊ അച്ഛന്റെ കൂടെ പോവാണ്ടാ. ഇവിടെ മീൻ വരുന്നത് നമ്മൾ വീട്ടിന്റെ മുന്നിലേക്ക് വരില്ല, കുറച്ച് താഴേക്ക് തന്നെ പോയിട്ട് വാങ്ങണം. അപ്പൊ ചെമ്മീനായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ചെമ്മീൻ എങ്ങനെ ഞാൻ വൃത്തിയാക്കുന്നു പറഞ്ഞിട്ട് അമ്മ എന്നോട് ചോദിക്കായിരുന്നു കേട്ടോ. അമ്മ ചെമ്മീൻ ക്ലീൻ ആക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉണ്ടയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഉണ്ടയിൽ ഇത്രയും കടുക് എന്തുകൊണ്ടാണ് ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടയുടെ ടേസ്റ്റ് തന്നെ ഈ കടുകാന്ന് കേട്ടോ. ആ ഉണ്ടേന്റെ കൂടെ ഓരോ കടുകെടുത്ത് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ വിയോം ഇതാ അവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളെ കൂടെ വിയോം ഇങ്ങനെ നിൽക്കുവേ. എല്ലാവരും ഒരുമിച്ചുള്ള സമയമാണെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കല്. അതൊരു പ്രത്യേക ഫീൽ ആണല്ലോ. പിന്നെ ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിലെ ദിവസമാണ്. അപ്പൊ ഞാൻ പോകുന്നത് കണ്ടപ്പോൾ വിയോ കരച്ചിലായി. അപ്പൊ അച്ഛൻ വിയോനെയും കൂട്ടിയിട്ട് പോകുന്നു കേട്ടോ. എനിക്ക് നല്ല മടിയുള്ള ദിവസമായിരുന്നു. ഈ മഴയത്തൊക്കെ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ ഭയങ്കര മടിയല്ലേ, വീട്ടിലിരിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്. നമ്മൾ 3 പേരായിരുന്നു കേട്ടോ വണ്ടിയിലുണ്ടായിരുന്നത്. ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ടാണ് കേട്ടോ ഞാൻ കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ 3 പേരും കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാറിന്റെ ഡ്രൈവിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ കാരക്കുണ്ട് റോഡാണ് കേട്ടോ. ആ റോഡിലേക്ക് പോയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സ്കൂട്ടി ലെവലാക്കണമായിരുന്നു. 4-5 വർഷമായിട്ടാണ് ഞാൻ സ്കൂട്ടി ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബാലൻസ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ലേ. എടുക്കാണ്ട് എടുത്തിട്ടാന്ന് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു കാര്യം പഠിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറെ ഹാർഡ് വർക്ക് ചെയ്യില്ലേ. അപ്പൊ ഞാൻ ഒരു 1.5 മണിക്കൂറെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ കിടന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിബിയണ്ണും കൂടെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ എന്റെ ഒരു 1/2 ദിവസം എന്ന് പറയുന്നത് മഴയും കാറും എടുത്തും സ്കൂട്ടി എടുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.